ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാത്തരം ചർമ്മക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിൽ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രധാന ഗുണങ്ങളെന്ന് പറയുന്നത് അഴുക്കും എണ്ണമയവും ഒക്കെ നീക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള പൊടി, എണ്ണമയം ഇതൊക്കെ ഈ മുൾട്ടാണി മിട്ടി വലിച്ചെടുത്ത് നീക്കം ചെയ്യുന്നുണ്ട്. മുഖക്കുരു കുറയ്ക്കും. എണ്ണയുടെ അമിതമായിട്ട് എണ്ണമയമുള്ള ആൾക്കാരിൽ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖക്കുരു വരുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. രക്തയോട്ടം കൂട്ടാനായിട്ട് സഹായിക്കും. ചർമ്മത്തിൽ നല്ല തിളക്കം കിട്ടാനായിട്ടും അതുവഴി സഹായിക്കുന്നുണ്ട്. സൺ ടാൻ മാറ്റാനായിട്ട് സഹായിക്കും. അമിതമായിട്ട് വെയിലേൽക്കുന്നത് മൂലമുണ്ടാകുന്ന കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ അകറ്റും. നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ബീട്രൂട്ട് പൗഡറാണ്. ഇല്ലെങ്കിൽ ബീട്രൂട്ട് നീര് ചേർക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ബീട്രൂട്ട് പൗഡർ ഉള്ളതുകൊണ്ട് അത് ചേർത്തു. അത് നമുക്ക് മുഖക്കുരു കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ മുഖത്തെ ചുളിവുകളൊക്കെ അകറ്റാനായിട്ടും സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ നെല്ലിക്കയുടെ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെല്ലിക്ക പൊടി ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നല്ലൊരു ക്ലെൻസറാണ്. അതേപോലെ തന്നെ ചുളിവുകൾ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. സ്കിന്നൊന്ന് ക്ലിയർ ആവാനായിട്ട് നല്ലതാണ്. മുഖത്തെ പാടുകൾ പോകാനായിട്ടും മുഖക്കുരു അകറ്റാനും ഒക്കെ ഗുണം ചെയ്യുന്നതാണ്. വൈറ്റമിൻ സി ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടും. അപ്പോൾ സ്കിൻ ടോണൊക്കെ ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം നെല്ലിക്ക പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് തൈരാണ് കേട്ടോ. എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഈ തൈരും അതേപോലെ തന്നെ തേനും ഒക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഓയിലി സ്കിന്നാണെങ്കിൽ പാടമാറ്റിയ തൈര് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ അവർ ഉപയോഗിച്ച് നോക്കി അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഫോളോ ചെയ്യാം. പിന്നെ നമുക്ക് റോസ് വാട്ടർ അവർക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ തേൻ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഇവിടെ തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് അതിൻ്റെ കട്ടകളൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഫേസ് പാക്ക് നല്ല രീതിയിൽ തന്നെ കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ വാഷ് ചെയ്ത് കളയുക. നല്ല രീതിയിൽ ഡ്രൈ ആവണ്ട. ബാക്കി ഓയിലി സ്കിന്നുകാർക്കൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ യാതൊരു കെമിക്കൽസും ചേർക്കാത്ത നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. താങ്ക് യു ഓൾ.